ബാക്കി വരുന്ന ചിക്കൻ കറി നമ്മുടെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷുമായാണ് വന്നിട്ടുള്ളത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ചിക്കൻ കറി ബാക്കിയുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് റെഡിയാക്കാം. ആ ചിക്കൻ കറിയിൽ നമുക്കൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഡ്രൈ ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ചിക്കൻ കറി എടുത്തു, അതിന് പകരം സാധാരണ മസാല ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിൽ കൂടെ തന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് ഓയിലാണ്. ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിക്കാം. അതിനായി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാവിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. അത് വേവിക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ സോസ് പാൻ വെച്ച് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നോട്ടെ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം, പകുതി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്ററിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചുകൂടി ബാക്കി വെച്ചുള്ള ചിക്കൻ്റെ മിക്സിൽ അതും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ നന്നായി വെന്തിട്ടുണ്ട്. സ്ക്വയറിലൊന്നും ആയിട്ടില്ല. ഇതൊന്ന് അപ്പുറം മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം അടിവശം നമുക്കൊന്ന് മുരിച്ചെടുക്കാം. നമ്മുടെ ഡിഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ഡ്രിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനായിട്ട് ഇതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്ക് സ്നാക്സായോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം.